Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നോ കോണ്ടാക്ട് റൂൾ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ബാഡ് മെമ്മറീസ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാനാണെങ്കിലും നമുക്ക് വളരെ എഫക്റ്റീവായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ ഡിസിഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് കംപ്ലീറ്റ്ലി ഓക്കെ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം വേറൊരാളുടെ പ്രഷറിൽ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവരെ എന്നേക്കുമായി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഞാൻ നോ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നീട് എന്നെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുമോ, അങ്ങനെയുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു ഫിയർ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അതായത് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റൻഷൻ എന്താണോ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം. സോ അതിനായി ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ തന്നെയാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിൽ കംപ്ലീറ്റ്ലി കോൺഫിഡന്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, അതിനൊരു കൃത്യമായ ടൈം പീരിയഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക. ചിലപ്പോൾ അതൊരു 30 days ആയിരിക്കാം, 60 days ആയിരിക്കാം, അല്ലെങ്കിൽ 90 days ആയിരിക്കാം. അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കേസ്. നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ മാനസികാവസ്ഥ എല്ലാം നോക്കിക്കൊണ്ട് ഒരു ടൈം പീരിയഡ് സെറ്റ് ചെയ്യുക. ആൻഡ് മൂന്നാമത്തെ കാര്യം, നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ ഒരു ടൈമിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷനുള്ളിൽ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ അവർ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് അതൊരു നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവർ നിങ്ങളുമായിട്ട് നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയില്ല. പല ആളുകളും നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അവർ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മേ ബി അവർ നിങ്ങളോടൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ അത്ര ഹോപ്പ് വെക്കണ്ട എന്നുള്ളൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അത് പാച്ചപ്പ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരിക്കാം. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും ഉണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡീൽ ചെയ്യാൻ സാധിക്കും, ആ ഒരു നോ കോണ്ടാക്ട് പീരിയഡിലും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യരുത്. ആ ഒരു കോണ്ടാക്ട് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഈ ഒരു ടൈം പീരിയഡിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സെൽഫിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ടൈം കണ്ടെത്തുക, നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കെയർ ചെയ്യുക, നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ആ ഒരു നോ കോണ്ടാക്ട് പീരീഡിലായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് ആണ് ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് എനർജി കുറവായ ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതൊരിക്കലും നീട്ടി വെക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടെ ഹോബീസ് ആയിരിക്കാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായിരിക്കാം, അതിൽ നിങ്ങളുടെ ടൈം കൊടുക്കുക, അതിന് എഫേർട്ട് എടുക്കുക, നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിങ്ങനെ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്തു, നമ്മൾ ഒരു കാര്യത്തിലും എൻഗേജ്ഡും അല്ല എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും നമുക്ക് ഓവർ തിങ്കിങ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ട് വിഷമിക്കാനുള്ള ഒരു സാധ്യത കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കണം. നെഗറ്റീവ് തിങ്കിങ് ഒഴിവാക്കണം, ഓവർ തിങ്കിങ് ഒഴിവാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക. എന്തെങ്കിലും എന്നതിലുപരി അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയിലേക്ക് നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. സോ പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. ലൈഫിനെ കുറെ കൂടി ബിസിയാക്കി നിലനിർത്തുക. ആൻഡ് നെക്സ്റ്റ്, ഈ ഒരു സമയത്ത് ഓർക്കേണ്ടതും അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഒരു പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് സ്വയം ഡീൽ ചെയ്യാൻ സാധിക്കണം എന്നില്ല. അതായത് ചില സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അതൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതൊരു കൗൺസിലർ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിരിക്കാം. എനിവേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വേണം അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ
അത് മടി കൂടാതെ ആ ഒരു സഹായം ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സഹായം എടുക്കുക എന്നുള്ളതാണ്. അതിന് മടിക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും അങ്ങനെയുള്ള തോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ട് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ മടി കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് സ്വീകരിക്കുക. ആൻഡ് ഫൈനലി, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ആക്ടിവിറ്റീസ് സ്റ്റോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഓരോ അപ്ഡേഷൻസ് മോണിറ്റർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം അത് നിങ്ങൾ ചെയ്യും തോറും നിങ്ങളുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള സ്റ്റോക്കിംഗ്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, അവർ ഹാപ്പി ആണോ അല്ലയോ, അല്ലെങ്കിൽ അവരുടെ അപ്ഡേഷൻസ് നിരന്തരം അറിയാൻ ശ്രമിക്കുന്നത്. ഒരു പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഹാപ്പി ആണെങ്കിലും അല്ലെങ്കിലും അത് ബാധിക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് അത്ര സീരിയസ് ആയി എടുക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവരുടെ എനർജി അല്ലെങ്കിൽ അവർ കുറെ കൂടി ഡൗൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സ്റ്റോക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ തീർച്ചയായും നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഹീൽ ചെയ്യാനാണെങ്കിലും അത് റീയൂണിറ്റ് ചെയ്യാനാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിനുശേഷം നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്